ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു. അഞ്ജൂസ് ബിബിൻ എന്നാണ് ഈ ചാനലിൻ്റെ പേര് കേട്ടോ. അപ്പം ഞാൻ നിങ്ങളോട് പുതിയൊരു കാര്യം പറയാനായിട്ട് വന്നതാണ് കേട്ടോ. അതായത് നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കാണാനായിട്ട് താല്പര്യം വേണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം മുഴുവൻ കണ്ടാലേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അത് മാത്രമല്ല, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാനും പറ്റുള്ളൂ. പുതിയ ചാനലായതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ കാണാൻ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചാനലിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറവിയുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോലി വേണം. പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇത്രയും പഠിച്ചാൽ മതി, എനിക്കൊരു ജോലി വേണം, ജോലി അത്യാവശ്യമാണ്. എങ്ങനെ എനിക്ക് പെട്ടെന്നൊരു നല്ലൊരു പ്രൊഫഷൻ എനിക്ക് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഒരു നല്ലൊരു ജോലി മേടിക്കാം, മാസം നമുക്കൊരു നല്ല സാലറി നമുക്ക് കൈ വേണം, നല്ലൊരു ജോലി എങ്ങനെ മേടിക്കാം എന്നുള്ളതാണ്. ഇപ്പം നല്ലൊരു ജോലി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഒരു ടീച്ചിങ് ജോബ് തന്നെയാണ്. അതിലേക്ക് പെട്ടെന്ന് എങ്ങനെ എത്താമെന്നുള്ളതാണ്. അതിപ്പോൾ ഏറ്റവും കൂടുതൽ ഈ വീഡിയോ ഉപകാരപ്പെടുന്നത് ഒരു ചെറിയ രീതിയെങ്കിലും സ്പോർട്സിൽ താല്പര്യമുള്ള ആൾക്കായിരിക്കും. കാരണം ഞാനൊരു സ്പോർട്സിൻ്റെ ടീച്ചറാണ്. അപ്പോൾ എനിക്ക് അതിനാണ് കൂടുതലായിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഡിഗ്രി കഴിഞ്ഞു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ +2 കഴിഞ്ഞു, ഇനി എന്ത് കോഴ്സ്, ഇപ്പോൾ നേഴ്സിങ്ങിന് പോകാൻ താല്പര്യമില്ല, മറ്റ് IT അല്ലെങ്കിൽ എൻജിനീയറിങ് അങ്ങനെയൊന്നും പോകാൻ താല്പര്യമില്ല, എനിക്ക് അത്രയൊന്നും പഠിക്കാൻ പറ്റില്ല, എനിക്കൊരു സാധാരണ ടീച്ചറായാൽ മതി, സാധാരണ ടീച്ചർ ഞാൻ ഉദ്ദേശിച്ച ഒരു ടീച്ചർ, സ്പോർട്സിന് ടീച്ചറായാൽ മതി, അങ്ങനെ എങ്ങനെ ചെല്ലാൻ പറ്റും, എനിക്കൊരു സ്പോർട്സ് ടീച്ചർ എങ്ങനെ ആകാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ടീച്ചേഴ്സ് അവരുടെ കസിൻസിനും അവർക്കറിയാവുന്ന സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബ്രദേഴ്സ് അവർക്ക് വേണ്ടിയിട്ടും സ്റ്റുഡൻസിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ടീച്ചേഴ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് സ്പോർട്സിന് ടീച്ചറാകാൻ പറ്റുന്നത്, അതിനെന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ. അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. മനസ്സിലായി കാണുമല്ലോ. ഒരു സ്പോർട്സിൻ്റെ, അതായത് ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട് നമുക്കൊരു സ്കൂളിൽ, നാട്ടിലോ അല്ലെങ്കിൽ ഗൾഫിൽ UAE എങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഇപ്പം നിലവിൽ ഞാൻ തംബ്നെയിലിൽ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE എങ്ങനെയൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിന് വർക്ക് ചെയ്യാം എന്നല്ല, എങ്ങനെ ഇവിടെ വരാം എന്നുള്ളതാണ്. അല്ല, എങ്ങനെ ഇവിടെ ജോലി മേടിക്കാം, അതും അതിൻ്റെ കൂടെയാണ്. പ്രധാനമായിട്ടും എങ്ങനെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആകാം എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ മടിച്ച് നിൽക്കുകയാണെങ്കിൽ ഞാൻ നല്ലൊരു കാര്യം പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ, അതായത് +2 കഴിഞ്ഞാണ് നിൽക്കുന്നതെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇനി അതല്ല, നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ കുറേ കോഴ്സ് എടുത്ത് നിങ്ങൾക്ക് ഒന്നിനും പോകാൻ താല്പര്യമില്ല എങ്കിലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ 2-3 കോഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ജോലി 100% ഉറപ്പാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഏക ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിന് എവിടെ സ്കൂളുള്ളിടത്തോളം കാലം നമുക്ക് ജോലി കിട്ടും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്, ജോലി ഉറപ്പാണ്. ഇത്രയും ജോലി ഉറപ്പുള്ള കാര്യം ഞാൻ പറയാൻ കാര്യം, അത് നമുക്ക് ഉറപ്പാണ്, ജോലി ഉറപ്പാണ്. നമ്മൾ ഈ കോഴ്സ് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്ക് +2 കഴിഞ്ഞു നിങ്ങൾ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾ അതും ഇതും ഒരുപാട് ചെയ്ത് വേറെ ജോലിക്കൊന്നും കിട്ടുന്നില്ല, അല്ലെ താല്പര്യം വരുന്നില്ല, അല്ലെ നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വരിക. ഒന്നാമത്തെ കാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സ്പോർട്സിനോടൊരു ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക എന്നാണ്. അതിനകത്ത് നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും, ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആണെങ്കിൽ നമുക്ക് സ്പോർട്സിൻ്റെ ഒരു ബേസിക്കൊക്കെ വേണ്ടേ, അല്ലെ അങ്ങനെ ഒരു ഫിസിക്കൊക്കെ വേണ്ടേ, അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് ഓടി വന്നത് ചെയ്യാൻ പറ്റുമോ? അതായത് നമ്മൾ നേരത്തെ തൊട്ടേ സ്പോർട്സിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഇത് ചെയ്യാനും കാര്യങ്ങളും പ്രാക്ടിക്കലും ഇതിൻ്റെ തിയറി ആണെങ്കിലും നമുക്കെല്ലാം കുറച്ചുകൂടെ മനസ്സിലാവും, നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇനി അതല്ല, നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ, നിങ്ങൾ അത്യാവശ്യം ബാഡ്മിൻ്റൺ കളിച്ചിട്ടുണ്ടോ, അല്ല അത്യാവശ്യം ചെറുതായിട്ട് ഓടാനറിയാവോ, നടക്കാനറിയാവോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ ചെറിയ ഇവൻസുകളൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു ഇതിലെങ്കിലും നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഇത് ഒരു ഇൻട്രസ്റ്റും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്ര ഒന്ന് അറിഞ്ഞിരിക്കുക, എന്താണ് നമുക്ക് ഒരു കുട്ടികളെ, അതായത്
സ്പോർട്സിൻ്റെ ടീച്ചറായിട്ട് പഠിപ്പിക്കാനെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ബാക്കി കാര്യം ആ കോളേജിലെ ടീച്ചേഴ്സ് നോക്കിക്കോളും. പിന്നെ ഏറ്റവും പരമപ്രധാനമായിട്ട് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ സ്കില്ലുകളൊന്നും നമുക്കില്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നമുക്കൊരു ഫിസിക്സ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെറിയ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് ഓടാനും ചാടാനും കാര്യങ്ങൾ ടെസ്റ്റൊക്കെ ഉണ്ടായിരിക്കും. ആ ടെസ്റ്റ് നമ്മളൊരു കോളേജിൽ കയറുന്നതിന് ഒരു ടെസ്റ്റ് നടത്തുമ്പം ചെറിയ രീതിയിൽ ആ ടെസ്റ്റ് ഒന്ന് പാസ്സാകാനുള്ള ഒരു ഫിസിക്സ് നമുക്കുണ്ടായിരിക്കണം. അത് മസ്റ്റാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ടെസ്റ്റ് പാസ്സായി നമ്മൾ ആ ജോലിക്ക് കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവർ പഠിപ്പിക്കേണ്ട ഗെയിംസും കാര്യങ്ങളും റൂൾസും തിയറിയും പ്രാക്ടിക്കൽസും എല്ലാം അവർ പഠിപ്പിച്ചോളും. അപ്പോൾ അത് നമ്മളെല്ലാം വൃത്തിയായി പോയി പഠിക്കുക, അതിൻ്റെ പ്രൊജക്റ്റും അസൈൻമെൻറ്റ്സും എല്ലാം ചെയ്യാൻ ഒരുപാടുണ്ട്. വൈവ തീസിസ് എല്ലാം PG ചെയ്യുമ്പോൾ വരും. അതല്ലാതെ BEd ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. പക്ഷേ ഇതൊക്കെ അതിൻ്റെ ആ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മളങ്ങ് ചെയ്ത് പൊക്കോളും. അതോർത്ത് വറിയാവണ്ട. ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ജോലി ഉണ്ടാകും എന്നുള്ള 100% ഉറപ്പാണ്. ഇപ്പം നാട്ടിൽ നല്ലൊരു സ്കൂളിൽ കയറുകയാണെങ്കിൽ മിനിമം 21 to 25 നമുക്ക് കേരളത്തിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് സ്കൂളിലുണ്ടാവും. അതല്ലാതെ ഒരു CBSE ICSE ആണ് ഞാൻ ഉദ്ദേശിച്ചത്. CBSE ആണെങ്കിലും ഒരു 18 to 19 ഒരു സാലറി ഉണ്ടാവും എന്തായാലും. ഇപ്പോൾ ഒക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഒരു 7 വർഷം മുമ്പുള്ള കാര്യമാണ്. പിന്നെ അതല്ല, ഇപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിൻ്റെ കോഴ്സിൻ്റെ സ്റ്റെപ്പും കൂടെ ഉണ്ട്. അതായത് നമ്മൾ എവിടെ വരെ എത്തി, ഏത് ചെയ്തു എന്നുള്ളതും കൂടെ വ്യത്യാസമുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് വ്യത്യാസമുണ്ട്. ഇതെല്ലാം അതിൻ്റെ ഒരു വലിയ ഫാക്ടറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ജോലി കിട്ടുമെന്ന് ഉറപ്പാണ്. പിന്നെ ഇതിൻ്റെ മറ്റ് നമ്മളിപ്പോൾ എൻജിനീയറിങ്ങിന് പോകുന്ന പോലെയോ അല്ലെ മറ്റ് സബ്ജക്റ്റ് ഇംഗ്ലീഷ് അല്ല, മാത്സ്, സയൻസ് അല്ലെ ഏത് പഠിപ്പിക്കുന്ന പോലെ അല്ല. ഇതിനകത്ത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ കോഴ്സിന് പഠിക്കുമ്പം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ സ്പോർട്സുകാരി ആവണം അല്ലെങ്കിൽ സ്പോർട്സുകാരനാവണം നേരത്തെ എന്നൊന്നും നമുക്ക് ഇതിനകത്ത് നിർബന്ധമില്ല. ചെറിയൊരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ട്, അപ്പോൾ എനിക്കൊരു ജോലിയും കൂടെ ആകും എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ജോലിയും ചെയ്യാതെ വീട്ടിൽ ഇരിക്കുന്നതിലും നല്ലതല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ച് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതോർത്താണ് ഞാൻ പറയുന്നത്. ഇത്രയും നമുക്കുണ്ടായിരിക്കുക, ഒരു ബേസിക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക, ഒരു ബേസിക് ഫിസിക്സ് ഉണ്ടായിരിക്കുക. +2 കഴിഞ്ഞോ അല്ലെങ്കിൽ മറ്റേത് കോഴ്സ് കഴിഞ്ഞാലും കോളേജുകളിപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്, തൃശ്ശൂരുണ്ട്, പിന്നെ സെൻറ്റ് ജോസഫ് മൂലമറ്റത്തുണ്ട്, കാലടി ഉണ്ട്, അങ്ങനെ കുറേ കോളേജുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജുകൾ എവിടെയാണ് ഉള്ളതെന്ന്. അത് നോക്കിയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ നമ്മൾ സ്പോർട്സിന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക, അതും കൂടെ ചെയ്യുക. ഇപ്പോൾ ഇത്രയും ചെയ്തിട്ട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആ കോഴ്സ് പഠിച്ചിറങ്ങാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് BEd 1 year ആയിരുന്നു. ഇപ്പോൾ BEd BPEഡും ഒക്കെ 2 years ആയിരുന്നു എൻ്റെ ഒരു ഓർമ്മ, കേട്ട ഓർമ്മ. പിന്നെ PG ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ ഒരു കോഴ്സിൻ്റെ ഇതുണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ 4 വർഷം അല്ലെങ്കിൽ 3 വർഷം നമ്മുടെ കയ്യിൽ ഇതുണ്ടെന്നുള്ളതാണ്. 4 വർഷം വരും എന്തായാലും, കാരണം PG 2 വർഷം വരും, +2 years ഇപ്പോൾ നമുക്ക് BPEd അല്ലെങ്കിൽ BEd കോഴ്സും വരും. അങ്ങനെ 4 വർഷം ഒരു സബ്ജക്റ്റിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എവിടെ ചെന്നാലും ചോദിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമ്മൾ പഠിച്ചിറങ്ങുവാണെങ്കിൽ അതൊരു പ്രൊഫഷനായിട്ട് എടുത്ത് നമുക്ക് ഇൻട്രസ്റ്റ് വേണം കേട്ടോ, പഠിച്ചിറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം UAE-യിലാണെങ്കിൽ, അപ്പോൾ ഞാനിപ്പോൾ UAE-യിലാണ് ഉള്ളത്. അപ്പോൾ UAE-യിൽ ഗൾഫിൽ നമുക്ക് ജോലിക്കാണെങ്കിലും അല്ലെ UAE, ഖത്തർ, പിന്നെ എവിടെയാണ് അല്ലെ പുറത്ത് എവിടെ പോകണമെങ്കിലും നമുക്ക് ഈ ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയാലും വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഓക്കെ ആയി വരികയാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് ഞാൻ സ്പോർട്സ് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സബ്ജക്റ്റ് PE ആണ്, ഫിസിക്കൽ എഡ്യൂക്കേഷനാണ്. അപ്പോൾ അതിനകത്ത് ഫിറ്റ്നസ്സും കാര്യങ്ങളും ആയിരിക്കും ഞാൻ എൻ്റെ ചാനലിലും കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത്. പിന്നെ ലൈഫ് സ്റ്റൈൽ പ്ലസ് നമ്മൾ പുറത്തൊക്കെ പോകുന്ന വീഡിയോസൊക്കെയാണ് കൂടുതൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അതിനകത്തൊരു സിറ്റുവേഷൻ അല്ലാത്ത പറഞ്ഞാൽ ഇപ്പോൾ ഒരു 34 weeks പ്രഗ്നൻസിയിലിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ വെറുതെ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തൊരു ഉപകാരപ്പെടുന്നൊരു കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്താൽ മതി കേട്ടോ. ഞാൻ കറക്റ്റ് ചെയ്തോളാം, എന്നെ തന്നെ ഞാൻ കറക്റ്റ് ചെയ്തോളാം. പിന്നെ എനിക്കതൊരു മോട്ടിവേഷൻ പ്ലസ് നമുക്ക് അതിനകത്ത് കറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിങ്ങനെ ഒരു വീഡിയോ ഓൺ ചെയ്തിട്ട് നമ്മൾ മുന്നിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തില്ല.
അല്ലെങ്കിൽ അല്ല ബുദ്ധിമുട്ടല്ല, എന്തൊക്കെയാണ് മിസ്റ്റേക്സ് എന്ന് നമുക്ക് മനസ്സിലാകത്തില്ല, നമ്മളങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇത് എടുത്തു കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ പറഞ്ഞത് നമ്മൾ തന്നെ കാണാനും എന്തൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാകത്തുമില്ല, കാണാനായിട്ട് താല്പര്യവുമില്ല. അപ്പം നിങ്ങളത് കാണുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ ഇത് മനസ്സിലാവും. അപ്പം നിങ്ങളതൊന്ന് പറഞ്ഞിടണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, ആർക്കെങ്കിലും ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കോഴ്സാണ് ഞാൻ പറഞ്ഞത്. ഈ കോഴ്സിൻ്റെ പേര് BPEd. അത് BPEഡിൻ്റെ ബാച്ചിലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, MPEd മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. മിക്ക എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഉണ്ട്. അതിൻ്റെ കോളേജ് ചൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ബേസിക്കായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് ഫിസിക്സ് നമുക്ക് വേണം. പിന്നെന്ത് വേണം, ഒരു ബേസിക് ഇൻട്രസ്റ്റും കൂടെ നമുക്ക് വേണം. ഏതെങ്കിലും ഒരു ഗെയിംസ്, അപ്പോൾ അവർ ചോദിക്കും നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ എന്താ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഗെയിം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനൊരു ഗെയിം അല്ലെങ്കിൽ നമ്മുടെ കൈ വേണം. അതാണ് ഉദ്ദേശിച്ചത്. ഇനി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്കൊരു സ്പോർട്സിന് ടീച്ചറായിട്ട് പഠിപ്പിക്കാനുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തന്നെ ധാരാളം മതി. അപ്പോൾ ഇതുവരെ സ്പോർട്സിൽ ഞാൻ ഉണ്ടായിരുന്നില്ല എന്നൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു ജോലി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. അപ്പോൾ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതലൊന്നും പറയാനില്ല. +2 കഴിഞ്ഞു, അല്ല ഡിഗ്രി കഴിഞ്ഞു, മറ്റു ജോലിക്കൊന്നും ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല, അല്ലെ ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കുണ്ടെങ്കിൽ 100% കിട്ടും. ഇനി നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതിനകത്ത് എന്തൊക്കെ പഠിക്കാനുണ്ടെന്നുള്ളതാണ്. പഠിക്കാൻ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു കടിച്ചാൽ പൊട്ടാത്ത ഒന്നുമല്ല. അനാട്ടമിയും കാര്യങ്ങളുമാണ് കൂടുതലും പഠിക്കാനുള്ളത്. നമ്മൾ ഫസ്റ്റ് എയ്ഡ്, ഇഞ്ചുറി, ഇതെല്ലാം ഒരു സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു കുട്ടിയെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനകത്തുള്ളത്. പിന്നെ PG ചെയ്യാൻ പോകുകയാണെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് ഉണ്ടായിരിക്കണം. അതിനകത്ത് വൈവേ തീസിസും എല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ലാപ്ടോപ്പ് ഉണ്ടായിരിക്കണം. BEഡിൻ്റെ സമയത്ത്, അതായത് BPEഡിൻ്റെ സമയത്ത് ലാപ്ടോപ്പിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ നന്നായിട്ട് ചെയ്യാൻ കാര്യങ്ങളും പ്രാക്ടിക്കൽസാണ്. പിന്നെ അതിന് റൂൾസും അതിൻ്റെ തിയറീസും ആണ് നമ്മൾ ചെയ്യാനുള്ളത്. അത് നീറ്റായിട്ട് പഠിക്കാമെന്നേ ഉള്ളൂ. നമുക്കൊരു സുഖമായിട്ടൊരു കോഴ്സ് കഴിഞ്ഞിറങ്ങാം, ജോലിക്ക് സുഖമായിട്ട് കയറാം. അത് മാത്രമല്ല 4 വർഷത്തെ കോഴ്സിനോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ഇപ്പം നിങ്ങൾ +2 കഴിഞ്ഞോ അല്ലെങ്കിൽ മറ്റൊരു ഡിഗ്രി എടുത്തു കഴിഞ്ഞോ നിങ്ങൾ ജോലി ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ BPEd 2 വർഷം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് സുഖമായിട്ടൊരു സ്കൂളിൽ പോയി വർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം കോഴ്സുകളുണ്ടെങ്കിൽ ഒരു ടീച്ചറായിട്ട് നിങ്ങൾക്കൊരു സ്കൂളിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് BPEd നിങ്ങൾ എടുത്തു എന്ന് വിചാരിച്ചോ, നിങ്ങൾ BPEd എടുത്തു, MPEd എടുത്തു, അപ്പോൾ നിങ്ങൾക്ക് PG ആയി. നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ, അതായത് MPEd ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നെറ്റ് എഴുതിയെടുക്കാനായിട്ട് പറ്റും. നെറ്റ് എഴുതിയെടുക്കുകയാണെങ്കിൽ ഈക്വലി PhDക്ക് തുല്യമാണ്. അപ്പം നെറ്റ് എഴുതിയെടുത്താലും നിങ്ങൾക്കൊരു കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതല്ല, നിങ്ങൾ നെറ്റ് എഴുതിയെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ BPEd എടുക്കുക, MPEd എടുക്കുക, MPhil എടുക്കുക, ദെൻ PhD. അതിനുശേഷം നിങ്ങൾക്കൊരു കോളേജ് പ്രൊഫസറായിട്ട് കയറാനും പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു പിന്നീടുള്ളൊരു സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ ഒരു കോഴ്സ് എടുത്തു, അതായത് നിങ്ങൾ BPEd എടുത്തു, MPEd എടുത്തു. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സ്കോപ്പുകൾ ഒരു സ്കൂളിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ല. ഇപ്പം നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ പോലും നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിനോട് കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേഴ്സണൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഒരു ജിമ്മിൽ ഇൻസ്ട്രക്ടർ ആകാൻ പറ്റും, ഒരു യോഗ ടീച്ചറാകാൻ പറ്റും. അങ്ങനെയുള്ള സ്കോപ്പുകൾ ഇതിനകത്തുണ്ട്. പിന്നെ ഹോസ്പിറ്റലിലാണെങ്കിൽ നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് കയറാനായിട്ട് പറ്റുമെന്ന് ഉറപ്പ് പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് വേറൊരു കോഴ്സാണ്. എന്നിരുന്നാലും ചില സ്ഥലങ്ങളിൽ നമുക്ക് ഫിസിയോതെറാപ്പിയുടെ ഡിപ്ലോമ അങ്ങനെയുള്ള കോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു ചെറിയ ഡിപ്ലോമ കോഴ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിലും ചെറിയ തോതിൽ കയറി പോകാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പോർട്സ് ഇഞ്ചുറിയും കാര്യങ്ങളും ഒക്കെയുള്ള നോക്കുന്ന ഹോസ്പിറ്റലുകളിൽ നമുക്ക് ഇത് പഠിച്ചതിന് ശേഷം നമ്മൾ ഡിപ്ലോമയും കൂടെ ചെയ്തിട്ട് കയറുവാണെങ്കിൽ നമുക്ക് സ്കോപ്പ് ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇത് പഠിച്ച് കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇപ്പം നേഴ്സാകാൻ പഠിച്ചു അല്ല, നമ്മൾ നേഴ്സിങ്ങിൻ്റെ ജോലി മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ ഡോക്ടറാകാൻ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ സബ്ജക്റ്റിൻ്റെ ഒരു ടീച്ചർ, അപ്പോൾ നമുക്കൊരു ടീച്ചറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ടീച്ചറിന് ട്യൂഷൻ എടുക്കാം, അല്ലെങ്കിൽ ടീച്ചർ സ്കൂളിൽ പഠിപ്പിക്കാം. ഇപ്പോൾ ഈ സ്പോർട്സിൻ്റെ ഈ ഒരു ഇറങ്ങിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് പല പല സ്കോപ്പുകളാണ്. നമുക്ക് ഫിറ്റ്നസ് ട്രെയിനറായിട്ട് കയറാം, നമുക്ക് നമ്മുടെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ജിമ്മിൽ ട്രെയിനറായിട്ട് പോകാൻ പറ്റും. അത് നമുക്കൊരു അത്ലറ്റിക് കോച്ചിൻ്റെ കാര്യങ്ങൾ നമുക്ക് കോച്ചായിട്ട് മാറാൻ പറ്റും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതായത് നമുക്ക് കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് നല്ല നോളജ് ഒരു ഗെയിമിലുണ്ടെങ്കിൽ, അല്ല അത്ലറ്റിക്സ് നല്ല നോളജ് ഉണ്ടെങ്കിൽ നമുക്കതിനകത്ത് കോച്ചായിട്ട് മാറാൻ പറ്റും. അങ്ങനെ ഒരുപാട് സ്കോപ്പുകളുള്ള ഒരു വാസ്റ്റായിട്ടുള്ള ഒരു സബ്ജക്റ്റാണിത്. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് താല്പര്യം ഉണ്ടെങ്കിൽ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്കോപ്പുകൾ. പിന്നെ ജോലി 100% ഉറപ്പുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇത് ആവശ്യമുള്ള ആർക്കെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണ് ഇന്നയാൾക്ക് ഇത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയും നേരം ഞാൻ സംസാരിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. അത് മാത്രമല്ല, ഞാൻ അധികം വീഡിയോ ഒട്ട് ചെയ്തിട്ടുമില്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് കുറവ് നന്നായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ പുതിയ വീഡിയോസ് എടുക്കുമ്പോൾ അത് ഞാൻ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ മിസ്റ്റേക്സ് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് 100%. ഇപ്പോൾ ഇത്ര നേരം എന്നെ കണ്ട് കേട്ട് സഹിച്ച് ഇരുന്ന് ക്ഷമിച്ച് കണ്ടതിൽ ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഈ ചാനലിൻ്റെ പേര് അഞ്ജൂസ് ബിബിൻ എന്നാണ് കേട്ടോ. ഒന്നുകൂടെ ഞാൻ പറയുന്നത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എങ്ങനെയാണെന്നൊന്നും ഇത് അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ടേക്ക് കെയർ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്യാം കേട്ടോ. അതിനതൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.